പ്രശോഭേ, എനിക്ക് എന്റെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു നല്ല പ്രൈവറ്റ് സെക്രട്ടറി വെക്കുന്നതിനെ കുറിച്ച് എന്താ അതിന്റെ അഭിപ്രായം? അത് നല്ല കാര്യമാ. നമുക്കൊരു സഹായമാവുമല്ലോ. അതെ, കറക്റ്റ്. ഇന്ന് അങ്ങനെയാണെങ്കിലേ അതിന് പറ്റിയ ഒരാളെ നീ ഒന്ന് തപ്പിയെടുക്ക്. അല്ലെ, പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പം മെയിൽ വേണോ ഫീമെയിൽ വേണോ? ഫീമെയിൽ മതി, പെൺപിള്ളാര് മതി. നല്ല അടക്കവും ഒതുക്കവും നല്ല ചുറ്റുപാടിലൊക്കെ വളർന്ന് ഒരു ശാന്ത സ്വഭാവം. എനിക്ക് ഇങ്ങനെയുള്ള നടി കൂടാനൊന്നും വയ്യ ഇവിടുത്തെ പോലെ. അങ്ങനെ ഒരു കൊച്ചുണ്ടെങ്കിൽ നീ ഒന്ന് അന്വേഷിക്കുക, നമുക്ക് നിർത്താം. ഞാൻ മതിയോ? അയ്യടാ, കൊള്ളാം. എന്റെ മോള് പഠിക്കുകയല്ലേ, അല്ലെങ്കിൽ അച്ഛമ്മ നിർത്തിയാലേ. അച്ഛമ്മ സാലറി തരാണെങ്കിൽ ഞാൻ പഠിപ്പ് നിർത്താം. നീ സാലറി തരുവാണെങ്കിൽ പഠിപ്പ് നിർത്താവുന്നത്. കൊള്ളാമല്ല. അച്ഛമ്മേടെ കൊച്ചമോള് സൂപ്പർ തന്നെ കേട്ടാ. അച്ഛമ്മ ലോ ക്ലാസ് ബിസിനസ് ആവുമ്പം കൊച്ചുമോള് ഹൈ ക്ലാസ് ബിസിനസ് ആവും. എന്തോന്ന്? അല്ല കൊച്ചമ്മ, ഈ ലോ ക്ലാസ് ഹൈ ക്ലാസ് ഒക്കെ ഉണ്ടപ്പോ എന്തോന്നും. അതായത് കൊച്ചമ്മ താഴത്തെ നിലയിലാവുമ്പം കൊച്ചുമോള് ഉയരത്തെ നിലയിലാവും. അതാണ് ഉദ്ദേശിച്ചത്. അതിനാണ് നീ ലോ ക്ലാസ് എന്നൊക്കെ പറഞ്ഞത് അല്ലേ? അയ്യോ, അതായത് കൊച്ചമ്മ ചെറിയ രീതിയിൽ ചിന്തിക്കുമ്പോ മോള് വലിയ രീതിയിൽ ചിന്തിക്കുമെന്ന്. അറിയാൻ വയ്യാത്ത ഭാഷ എടുത്ത് വെച്ച് കടു പറക്കരുത് കേട്ടോ. അല്ല, ഞാൻ മലയാളത്തിൽ പറയേണ്ടത് ഇംഗ്ലീഷിൽ പറഞ്ഞതാണ് പ്രശ്നം. അതാ ഞാൻ പറഞ്ഞത്, വേണ്ടാത്തൊന്നും ചെയ്യാൻ നിൽക്കരുത്. പക്ഷെ കൊച്ചമ്മയ്ക്ക് അത് മനസ്സിലായില്ല. നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഒരു നല്ല കുക്കിനെ കൂടെ ഒന്ന് കിട്ടുമെങ്കിൽ അന്വേഷിക്കും. ഇവരെ കൊണ്ടൊന്നും ശരിയാവൂല ഇനി. അത് നോക്കാം. അല്ലല്ല, അത് ചന്ദ്രകാസ് സാറ് സഹിക്കൂല. കാരണം ചന്ദ്രകാസ് സാർ എന്നെ ഇവിടെ ആജീവനാന്ത ജോലിക്കാരനായിട്ട് നിർത്തിയിട്ടാണ് പോയത്. അതൊരു ദ്രോഹമേ ചന്ദ്രേട്ടനോട് ചെയ്തിട്ടുള്ളൂ ജീവിതത്തിൽ. യോ അമ്മച്ചി. കൊച്ചമ്മ നേരത്തെ ഏതോ ഒരു സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞില്ലേ? വേണം. ഞാനേ ഒരു നല്ല പെൺപിള്ളാരെ തപ്പി എനിക്കൊരു പ്രൈവറ്റ് സെക്രട്ടറി വേണം. കൊച്ചമ്മയ്ക്ക് അതൊരു അത്യാവശ്യം. എന്റെ പരിചയത്തില് പരിചയസമ്പന്നയായ ഒരു കുട്ടിയുണ്ട് കൊച്ചമ്മ. ആണോ? അതെവിടെ? അത് കാച്ചാണിലാണ്. ഈ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം ദരിദ്രയായി പോയ ഒരു പാവപ്പെട്ട പെൺകുട്ടി. അയ്യോ ചേട്ടാ, എനിക്ക് സകടം കൊണ്ട് ചോദിക്കുവാ, ആ കൊച്ചിന്റെ പേര് രമണി എന്നാണോ? അതെ കൊച്ചമ്മ, രമണി. രമണി അല്ല കൊച്ചമ്മ, അല്ല രമണി എന്നല്ല. അയ്യോ, അടുക്കളയിൽ എന്തോ പോവാൻ വരട്ടെ. മനസ്സിലായി. പോയി ജോലിയല്ലാണ്ട് ചെയ്യണം ഇതൊക്കെ എടുത്തോണ്ട് പോയിട്ട്. ശരി. സാഹചര്യം കൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെ ആയിപ്പോയി, കാച്ചാണി ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായില്ലെന്നാണ് അവന്റെ വിചാരം. ഈശ്വര, എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടി ചോദിക്കുക പ്രശോഭ, ഇവൻ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുവാണോ? കൊച്ചമ്മ, അല്ല നിങ്ങളിപ്പോ എന്തെന്ന് പറഞ്ഞത്? അയ്യോ, എന്റെ അമ്മയുടെ അമ്മൂമ്മയുടെ കൊച്ചമ്മ, ഞാൻ കൊച്ചമ്മന് മുമ്പ് അഭിനയിക്കൂല. ആണോ? പക്ഷെ നിന്റെ രീതി കണ്ടാവും തോന്നത്തില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇതെല്ലാം അങ്ങ് പെറുക്കിക്കൊണ്ട് പോയിക്കോ. മതി. രമണിയെ കൊണ്ട് കൊടുത്തൊക്കെ എന്ത് സന്തോഷം. കൊള്ളാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.